അപ്പൊ വേണമെന്ന് വെച്ചാൽ എല്ലാം ചെയ്യാം. അസുഖത്തിന്റെ പേരിൽ അടയിരുന്ന് ശീലിച്ചതല്ലേ. പിന്നെ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമാണല്ലോ. നീ പണിയെടുത്ത് വീണ് ചാകുന്നില്ലെങ്കിലേ നിന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യവതി മാഡത്തിന് ഇങ്ങനെ സംശയിക്കേണ്ട കാര്യം എന്താ? അവർക്ക് ഭർത്താവും മോനൊക്കെ ഉള്ളതല്ലേ. പക്ഷേ എന്നിട്ടും അനിയൻ സാറിനോടുള്ള സ്നേഹം കൊണ്ട് ആ ചേച്ചി കൂടെ നിൽക്കുമല്ലേ? അനിയൻ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? എടി സുനന്ദേ, എനിക്ക് മനസ്സിൽ തട്ടി ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നേ. അവരൊരു കുഴപ്പക്കാരിയാണ്. ഈ നടക്കുന്നതൊക്കെ അവരുടെ കള്ളക്കളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ കാര്യത്തില് കൃഷ്ണ ചിന്തിക്കുന്നതിന്റെ കൂടെയാ. അവരിൽ ഒരു തെറ്റും കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിനക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വാസ്തവം ഉണ്ടോ തിരക്കില്ല, വെറുതെ അങ്ങ് കയറി ന്യായീകരിച്ചോളൂ. ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ കുറ്റവാളിയില്ലേ, അനിയൻ സാറിന്റെ കുത്തുകൊണ്ട് കിടക്കുന്നവൻ, അവനെങ്ങാനും മരിച്ചു പോയാ എന്താ സംഭവിക്കാന്നറിയോ? അനിയൻ സാറ് പിന്നെ ഒരിക്കലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോപാലേട്ടാ? സത്യം പറഞ്ഞാ വലിയ കാശുകാരുടെ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ആദ്യം ഒരിടത്ത് പോയി ഇടപെട്ടു, സിത്താര മാഡത്തിന്റെ വീട്ടില്. അവിടുന്ന് കിട്ടിയതൊന്നും മറന്നിട്ടില്ലല്ലോ. ഇപ്പതാ ഇവിടെ. എടി, കാശുള്ളവരുടെ കാര്യത്തിലൊക്കെ നമ്മളെന്തിനാ ഇടപെടുന്നേ? നമുക്ക് കൃഷ്ണയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. കൺമുമ്പിൽ അവൾക്കിനി എന്തെങ്കിലും ആപത്ത് വന്നാലേ നീയൊക്കെ പഠിക്കൂ. നിങ്ങൾ ആര് വിശ്വസിച്ചില്ലെങ്കിലും സത്യവതിയുടെയും മൂർത്തിയുടെയും കാര്യത്തില് എന്റെ സംശയം ഓരോ നിമിഷവും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ വിട്ടുകൊടുക്കില്ല സുനന്ദേ. ഞാൻ അവരുടെ പുറകെ തന്നെ ഉണ്ടാവും. അനിയൻ സാറിനെയും കൃഷ്ണയെ അവര് ചതിച്ചിട്ടുണ്ടേ, അതിന് പകരം വീട്ടാൻ ഞാൻ മുന്നിലുണ്ടാവും. കൃഷ്ണയെ സ്നേഹിക്കേണ്ടെന്നും അവളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ. വാസ്തവം തിരിച്ചറിയാതെ ഓരോന്നിനിറങ്ങി തിരിക്കേണ്ടെന്നാ. നിന്റെ പേടി എനിക്ക് മനസ്സിലായി സുനന്ദേ. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു വിലയില്ല. നമ്മളൊക്കെ കുറെ കാലം ജീവിക്കും, പിന്നെ എവിടെയെങ്കിലും വീണ് മരിക്കും. അതിനുള്ളിൽ ഒന്നും തന്നെ ചെയ്യാനുമില്ല. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഈ ജന്മം കൊണ്ട് കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് കരുതാം. നീയൊന്ന് ആലോചിച്ച് നോക്കി. പട്ടിണിയും പരിവട്ടവുമായി നിത്യേന ദുരിതവർത്താനമായിരുന്ന നമ്മുടെ വീട്ടില് ഒരു ചിരിയുണ്ടായത് കൃഷ്ണമോള് വന്ന് കയറിയപ്പോഴല്ലേ? അവിടെ സംസാരം കേട്ട് പൊട്ടിച്ചിരിച്ചാണ് കാലങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സ് നിറഞ്ഞൊന്ന് ഭക്ഷണം കഴിച്ചത്. അതിനവളെ ദൈവം നമ്മുടെ മുന്നിലേക്ക് അയച്ചതല്ലേ? അവൾക്ക് വേണ്ടി ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ചത്തുപോവാണെങ്കിൽ അങ്ങ് പോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. നീ നോക്കിക്കോ.